വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കാക്കി പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയും ജർമ്മനിയും. പ്രതിരോധ സുരക്ഷാ മേഖലകളിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് അക്കർമാൻ വ്യക്തമാക്കി. വർഷങ്ങളായി രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വളർന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ജർമ്മനിയുടെ ഒരു പ്രധാന പങ്കാളിയാണ്. വർഷങ്ങളായി ഈ തന്ത്രപരമായ പങ്കാളിത്തം വളർന്നു. പ്രതിരോധത്തിലും ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണെന്ന് അക്കർമാൻ വ്യക്തമാക്കി. സംയുക്ത അഭ്യാസങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം ഉൾപ്പെടെ ഇന്ത്യ സായുധ സേനകളുമായുള്ള ഇടപെടലുകളിൽ സമീപ വർഷങ്ങളിൽ ജർമ്മൻ സാന്നിധ്യം വർദ്ധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും സായുധ സേനയും തമ്മിലുള്ള സഹകരണത്തിൽ കൂടുതൽ ജർമ്മൻ സാന്നിധ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില അഭ്യാസങ്ങളിൽ കൈകോർക്കാനുള്ള സന്നദ്ധതയും തയ്യാറെടുപ്പും വ്യക്തമായി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ലോകത്തിലെ ഈ മേഖലയിൽ ഇന്ത്യ കൂടുതൽ ഒരു പ്രധാന പങ്കാളിയാണെന്നും അന്താരാഷ്ട്ര ആഗോളക്രമത്തിൽ നമുക്ക് പൊതുവായ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും പങ്കിടുന്ന ഒരു പങ്കാളിയാണെന്നും ഞങ്ങൾക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനാൽ വരും വർഷങ്ങളിൽ കൂടുതൽ വ്യത്യസ്തമായ പങ്കാളിത്തം വികസിപ്പിക്കുന്ന മേഖലയിൽ ഒന്നായിരിക്കും സുരക്ഷ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള മൊത്തത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ചാൻസലർ മെർസിന്റെ ഔദ്യോഗിക സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന് ഒരു പുതുക്കിയ ശ്രമത്തിലേക്ക് നയിക്കുമെന്നും പറഞ്ഞു. നമ്മൾ എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ പങ്കാളിത്തം ഇപ്പോഴുള്ളത്ര മികച്ചതായിരുന്നില്ല. പങ്കാളിത്തം എത്രത്തോളം ശക്തമാണെന്നും ജർമ്മനി ഇന്ത്യയോടുള്ള ശ്രദ്ധ എത്രത്തോളം ശക്തമാണെന്നും ജർമ്മനിയോടുള്ള ഇന്ത്യയുടെ സൗഹൃദം എത്രത്തോളം ശക്തമാണെന്നും കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ശക്തമായ ഒരു പങ്കാളിത്തം എപ്പോഴും കൂടുതൽ ശക്തവും മികച്ചതുമായിരിക്കും. ഈ പങ്കാളിത്തം കൂടുതൽ ശക്തമാകുന്നതിനുള്ള ഒരു പുതുക്കിയ ശ്രമത്തിലേക്ക് സന്ദർശനം നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി 12, 13 തീയതികളിൽ ജർമ്മനി ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. നേരത്തെ ഉഭയകക്ഷി സുരക്ഷ, പ്രതിരോധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അക്കർമാൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ ഉപകരണങ്ങളുടെ സഹവികസനത്തിനും ഉൽപാദനത്തിനുമുള്ള മുൻഗണനാ മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് എക്സിലെ ഒരു പോസ്റ്റിൽ പരാമർശിച്ചിരുന്നു. ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമാൻ ഇന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനെ സന്ദർശിച്ചു. ജർമ്മൻ പക്ഷത്തെ പ്രതിനിധീകരിച്ച് അംബാസിഡർ പ്രതിരോധ സെക്രട്ടറിക്ക് പുതുവത്സര ആശംസകളും നേർന്നിരുന്നു. പ്രതിരോധ ഉപകരണങ്ങളുടെ സഹവികസനത്തിനും ഉൽപാദനത്തിനുമുള്ള മുൻഗണനാ മേഖലകൾ ഉൾപ്പെടെ നിരവധി ഉഭയകക്ഷി സുരക്ഷാ പ്രതിരോധ വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു. മാത്രമല്ല, ഇതുപോലെ പല രാജ്യങ്ങളും ഇന്ത്യയുമായി പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.